എന്താ ഇത്ര ചിരിക്കാൻ? അല്ല, എത്ര തിരക്കാണെങ്കിലും 1-ാം തീയതി ഗോവിന്ദേട്ടൻ ഇവിടെ എത്താതിരിക്കില്ല. ശാന്ത നീയും ഹോ, ഒന്ന് നിർത്ത് സുഭദ്രേ. നീ അന്ന് പറഞ്ഞ ആലോചനയുടെ കാര്യം എന്തായി? കുട്ടിയെ ഗോവിന്ദേട്ടൻ പോയി കണ്ടിരിക്കണു. ആൾക്കും അത്രയ്ക്ക് ബോധിച്ചില്ല. 32 പ്രായം. അതിന് നിന്റെ ഏട്ടന് 18 ഒന്നും അല്ലല്ലോ. എന്റെ പെങ്ങളല്ലേ അമ്മേ, അവൾ അങ്ങനെ പറയൂ. ഞാൻ 18കാരിയെ വേളി കഴിച്ച് സുഖമായിട്ട് ജീവിക്കണമെന്നാ അവളുടെ ആഗ്രഹം. അതന്നെ ഓടപ്പറന്നോന്ന് വെച്ചാ ജീവൻ കളയും സുഭദ്ര. അല്ലേട്ടാ, പൊറാഞ്ചേരി മനക്കെന്ന് വിളിച്ചോ? പിന്നെ വിളിച്ചിരുന്നു. 43 അവർക്കൊരു പ്രശ്നമല്ല, പക്ഷെ ശാന്തിക്കാരൻ പ്രശ്ന. നമ്മള് വൈകിയാ തമ്പൂരിശ? വൈകിട്ടൊന്നും ഇല്ലേ? മൊല്ലാക്കയുടെ കാര്യങ്ങള് ബാങ്ക് വിളി പോലെ കൃത്യാണേ. എല്ലാരും ഉണ്ടല്ല. എന്തേ വല്ല വിശേഷം ഉണ്ടാ? ഒരു വിശേഷം ഇല്ലേ? അങ്ങനെ ഇരുന്നപ്പോ ഏട്ടനെ കാണാനൊരു മോഹം. സുഭദ്രേ, നീ ചോദിച്ചാലും കൂടുതലുണ്ട്. എന്നാ താമസിക്കണ്ട, ബസ്സിന് നേരായി. വിട്ടോളി വിട്ടോളി. അമ്മേ, ഞങ്ങൾ ഇറങ്ങാം. അടുത്ത വരവിന് ഏട്ടന് പറ്റിയൊരു വേളിയാലോചനയായിട്ട് ഈ പടി കേറൂന്ന വാശിയിലാ ഗോവിന്ദേട്ടൻ. വേഗം നടക്ക്. അല്ല വാസുദേവ, അന്റെ തെയ്യൊക്കെ അങ്ങനെ പോണു? തെയ്യല്ല മുല്ലാക്ക, കഥകളിയാ കഥകളി. രണ്ടും ഒന്ന് തന്നെ. അല്ല നമ്മുടെ നമ്പൂരിശന് വേളിക്കാര്യം എന്തായി? ആ അങ്ങനെ പോണു. നിങ്ങൾക്ക് പറ്റുള്ളി പറ. മലപ്പുറത്ത് നല്ല മൊഞ്ചത്തിന് നമ്മൾ ഇറങ്ങി തരാ. ബേബി ഹെൽത്തിയാ. ഇനി ഫോളോ അപ്പ് 2 വീക്കിന് ശേഷം. ഓക്കെ, നത്തിങ് ടു വറി. ഓ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആ സോറി ശ്യാം, ഞാൻ ഒ പിയിലായിരുന്നു. It's okay, buddy. What's up, baby? നീ ഇപ്പൊ എവിടാ? Taj Coromandel. Room number 1219. ഓ, നല്ല ഹെയർ സ്പ്രേയുടെ മണം അടിക്കുന്നുണ്ടല്ലോടാ. You know Malayalam? A bit. Okay. നമുക്കൊന്ന് കൂടണ്ടേ? ഷുവർ മാൻ, ഞാൻ കോൺഫറൻസിലിടാം. മിനിസ്റ്ററുടെ നാട്ടിൽ വിമാനത്താവളം വരണം എന്തിനാ ഇത്ര വാശി പിടിക്കുന്നേ? സാർ ഒന്നും പറഞ്ഞില്ല. നമ്മുടെ ഒരു പഴയ സുഹൃത്താ, വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ. പറ, നീ പറ. സുരേഷ് തിരക്കിലാണോ? കറക്റ്റ് സമയത്താ നീ വിളിച്ചത്. എനിക്ക് ആ ചാനലുകാരുടെ കയ്യിൽ നിന്ന് സ്കൂട്ടാവാൻ പറ്റി. അതാടാ കൂട്ടുകാരുടെ ഗുണം. കറക്റ്റ് സമയത്ത് നിനക്ക് ഊരാൻ പറ്റിയില്ലേ? ആഹാ, നീ ഉണ്ടായിരുന്നു കൂടെ. അപ്പോഴേ നമുക്കൊന്ന് കൂടണ്ടേ? അതിനല്ലടാ വിളിച്ചത്. ഞാൻ ജയന്തിനായിട്ട് കോർഡിനേറ്റ് ചെയ്തോളാം. അപ്പൊ നാളെ ആഫ്റ്റർനൂൺ ഫാം ഹൗസിൽ. എന്താ നമ്പൂരിശ, നിങ്ങൾ ആ കൂട്ട് വീണ്ടും പണി പറ്റിച്ച? നമ്മൾ നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ. അതിനൊക്കെ സമയണ്ടേ? നിങ്ങൾ കൂടെ കേറി നമ്പൂരിശ, നമ്മൾ മനക്കിലേക്ക് ആക്കാം. വേണ്ട, ഞാൻ മനക്കിലേക്കല്ല. പിന്നെ നമ്മുടെ ശ്യാമിന്റെ ഫാം ഹൗസിലെ ഒന്ന് കൂടാനാ പരിപാടി. നിങ്ങളെ ചങ്ങായിമാർ വരുന്നുണ്ടാ? എന്നാ നിങ്ങളെ കൂടെ കേറി നമ്പൂരിശ, നമുക്ക് ഓരോന്ന് കാണാനാ. അലിയാരെ, നിങ്ങൾ ഈ മൊല്ലാക്ക ആയതുകൊണ്ട് പെണ്ണ് കെട്ടാൻ ബുദ്ധിമുട്ടുണ്ടായോ? ആർക്ക്? ഞമ്മക്ക? ഓ അല്ല കാര്യം, ഓക്ക് തിരിച്ചറിവുണ്ടാവണ പ്രായത്തിന് മുമ്പ് ഇങ്ങനെ കബൂലാക്കിയില്ലേ? ഒന്ന് പോപ്പാ. നമ്പൂരിശന്റെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. നമ്മൾ ഓനോട് പല വട്ടം പറഞ്ഞതാണ് ആ MG റോഡിൽ 10-15 ഫ്ലെക്സ് അടിച്ച് വെക്കാൻ. എന്നിട്ടൊരു ക്യാപ്ഷനും കൂടി ചേർക്കാം, കാണാനും യോഗ്യൻ, സ്വഭാവം കേമം. എന്തീ പറയുന്നത്? ശരി, അപ്പൊ എവിടുന്നെങ്കിലും ഒന്ന് കൊളുത്താതിരിക്കത്തില്ല. ആ ജയന്തൻ സ്പെഷ്യൽ എത്തിയല്ലോ. കൊണ്ടുപോവാ. എന്നാലും എന്റെ നമ്പൂരിശ, നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞമ്മള് വിചാരിച്ചില്ല. പടച്ചോറ് തിരക്കണ പണിയാണായത്. അതെ മുല്ലക്ക, ജീവിതത്തിൽ എല്ലാ രസവും എക്സ്പീരിയൻസ് ചെയ്യണം. അതിപ്പോ ശാന്തിക്കാരനാണെങ്കിലും മൊല്ലാക്കയാണെങ്കിലും. ഇതെന്തപ്പോ ഈ ഒഴിക്കണേ?
തിരുമേനിയുടെ ബ്രാൻഡാ, നല്ല കിടിലൻ പാലട പ്രഥമൻ. ചങ്ങായിമാരായ ഇങ്ങനെ വേണം നമ്പൂരിശ. ഞമ്മക്ക് പോരട്ടെ ഒരു ഗ്ലാസ്. പടച്ചോനെ. അമ്മേ മൊല്ലാക്ക, ഓ നമുക്കിനി ജയന്തന്റെ കല്യാണത്തിന് കൂടാം. ഇൻഷാ അല്ലാ. ആ അടിച്ചു പൊളിക്കണം നമുക്ക്. എന്താടാ ആ കാര്യം പറയുമ്പോ നിനക്കൊരു എനർജി ഇല്ലാത്തത്?